അങ്ങനെ സർക്കാർ രൂപീകരണ ചർച്ചകൾ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം ആരൊക്കെ ഈ സർക്കാരിൽ മന്ത്രിമാരാകും എന്നതാണ്. പ്രധാനമന്ത്രി പദത്തിലേക്ക് മൂന്നാം വട്ടവും നരേന്ദ്രമോദി തന്നെ എത്തുമെന്ന് ഉറപ്പാണ്. മൂന്നാം മോദി സർക്കാരിൽ ആരൊക്കെ മന്ത്രിമാരാകുമെന്ന സസ്പെൻസ് പക്ഷേ ഇപ്പോഴും തുടരുകയാണ്. കൂടുതൽ സ്ഥാനങ്ങൾ ചോദിച്ച് ഘടകകക്ഷികൾ പിടിമുറുക്കിയതോടെ കേന്ദ്രമന്ത്രിസഭയിലെ വകുപ്പ് വിഭജനത്തിലാണ് ആകാംക്ഷ. മന്ത്രിസഭയിലേക്ക് എത്താനുള്ള സാധ്യതാ പട്ടിക നമുക്ക് അതിവേഗം ഒന്ന് പരിശോധിക്കാം. യെസ്, അപ്പോൾ ആദ്യ ഘട്ടത്തിലേക്ക് ആദ്യ പട്ടികയിൽ നമുക്ക് ഈ മൂന്ന് പ്രധാനപ്പെട്ട പേരുകളാണ് പരിഗണിക്കുന്നത്. സർക്കാരിലും സംഘടനാ രംഗത്തും രണ്ടാമനായ അമിത്ഷാ ഇത്തവണയും കേന്ദ്രമന്ത്രിസഭയിൽ ഉണ്ടാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. ആഭ്യന്തരം പോലെ ഏറ്റവും പ്രാധാന്യമുള്ള വകുപ്പുകളിൽ ഒന്ന് തന്നെ അമിത്ഷാ കൈകാര്യം ചെയ്യും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. മുൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ക്യാബിനറ്റിലേക്ക് മടങ്ങിയെത്തിയേക്കും എന്നാണ് മറ്റൊരു സൂചന. പ്രതിരോധ വകുപ്പിൽ തന്നെ അദ്ദേഹം തുടരുമോ എന്ന കാര്യത്തിൽ ഇപ്പോൾ ഒരു വ്യക്തത വന്നിട്ടില്ല. അത് വരും മണിക്കൂറുകളിലും വരും ദിവസങ്ങളിലും വ്യക്തമാവുകയും ചെയ്യും. നാഗ്പൂരിൽ നിന്നുള്ള ലോക്സഭാംഗം നിതിൻ ഗഡ്കരിയാണ് മന്ത്രിസഭയിലേക്ക് എത്താൻ സാധ്യതയുള്ളവരിൽ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നാമനായി പരിഗണിക്കുന്നത്. ഉന്നത വകുപ്പുകളിൽ ഒന്ന് അദ്ദേഹം കൈകാര്യം ചെയ്യും എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. നേരത്തെ പ്രജിൻ സൂചിപ്പിച്ചതുപോലെ അമിത്ഷാ ആഭ്യന്തര വകുപ്പിൽ നിന്ന് മാറുമോ, സംഘടനാ തലത്തിലേക്ക് പോകുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ടായിരുന്നു. നിതിൻ ഗഡ്കരി കുറെ കൂടി പ്രധാനപ്പെട്ട വകുപ്പിലേക്ക് വരുമോ എന്നൊക്കെ ഉള്ള സംശയങ്ങളും ചോദ്യങ്ങളും ഉയർന്നു കേൾക്കുന്നുണ്ട്. ഇപ്പോഴും വാണിജ്യ വ്യവസായ വകുപ്പ് മന്ത്രി പീയൂഷ് ഗോയൽ മന്ത്രിസഭയിൽ തുടരും. പീയൂഷ് ഗോയൽ വളരെ പ്രധാനപ്പെട്ട ഒരു പദവിയിൽ ഒരു വകുപ്പ് തന്നെ ഇത്തവണയും കൈകാര്യം ചെയ്യും എന്ന് ഉറപ്പുണ്ട്. കാരണം മോദി അമിത്ഷാ ടീമിലെ ഒരു പ്രധാനപ്പെട്ട ആളായി പീയൂഷ് ഗോയൽ വളരെ വേഗത്തിൽ മാറിയിട്ടുണ്ട്. അദ്ദേഹത്തിന് വകുപ്പ് മാറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കുറെ കൂടി പ്രധാനപ്പെട്ട വകുപ്പിലേക്ക് വരുമോ എന്നാണ് അറിയേണ്ടത്. മുൻ മധ്യപ്രദേശ് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ, അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന മറ്റൊരു സർപ്രൈസ്. ചൗഹാനെ സംബന്ധിച്ച് കഴിഞ്ഞ മധ്യപ്രദേശ് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിഗത മികച്ച തെരഞ്ഞെടുപ്പ് വിജയത്തിന് കാരണമായി എന്ന് BJP മാത്രമല്ല സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ ആകെ കരുതുന്നുണ്ട്. ഇത്തവണ വിദിശയിൽ ഏതാണ്ട് 7 ലക്ഷത്തിൽ പരം വോട്ടിനാണ് ചൗഹാൻ വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടത്. അദ്ദേഹം ഒന്നുകിൽ പാർട്ടിയുടെ തലപ്പത്തേക്ക് വരും, അല്ലെങ്കിൽ മന്ത്രിസഭയിൽ ഒരു പ്രധാന വകുപ്പിലേക്ക് വരുമെന്ന കാര്യം ഉറപ്പാണ്. ഉയർന്നു കേൾക്കുന്ന മറ്റു പ്രധാന പേരുകൾ BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദയാണ്. JP നദ്ദയുടെ പാർട്ടി അധ്യക്ഷ പദവിയിലെ കാലാവധി ഏറെക്കുറെ അവസാനിച്ചിട്ടുണ്ട്. അദ്ദേഹം സംഘടനയിൽ നിന്ന് മന്ത്രിസഭയിലേക്ക് വരും എന്നാണ് കേൾക്കുന്നത്. നദ്ദയ്ക്ക് ഒരു പ്രധാന വകുപ്പ് തന്നെ ലഭിക്കാനാണ് സാധ്യത. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പേരുകൾ ഘടകകക്ഷികളിലെ വിശദാംശങ്ങളിലേക്ക് കൂടി നമുക്ക് നോക്കാം. വിദേശകാര്യമന്ത്രി S ജയശങ്കർ മന്ത്രിസഭയിൽ തുടർന്നേക്കുമെന്ന സൂചനകൾ അത് ചൂടുപിടിച്ചു വരുന്നുണ്ട്. ഇത്തവണയും അതേ വകുപ്പ് തന്നെ, വിദേശകാര്യ വകുപ്പിൽ തന്നെ തുടരുമെന്നാണ് സൂചന. ഒപ്പം മുൻ ഹരിയാന മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടാർ മറ്റൊരു പ്രധാനപ്പെട്ട പേരാണ്. ഒപ്പം കേന്ദ്രമന്ത്രിസഭയിലേക്ക് അദ്ദേഹം എത്തിയേക്കുമെന്ന് പറയുന്നു. തമിഴ്നാട്ടിൽ നിന്നുള്ള BJPയുടെ യുവ തുർക്കി, നേരത്തെ ഒരുപാട് തവണ ഈ പ്രചാരണ രംഗത്തൊക്കെ ഉയർന്നു കേട്ട പേരാണ്. അണ്ണാമലൈ. K അണ്ണാമലയ്ക്കും മൂന്നാം മോദി സർക്കാരിൽ മോദി 3.0 ഗവൺമെന്റിൽ ഒരു മന്ത്രിസ്ഥാനം നൽകിയേക്കുമെന്ന സൂചനകൾ ബലപ്പെടുന്നുമുണ്ട്. കേരളത്തിൽ നിന്ന് ജയിക്കുന്ന BJP സ്ഥാനാർത്ഥി ആരാണോ അദ്ദേഹം കേന്ദ്രമന്ത്രിയാകുമെന്നത് BJP നേതൃത്വം കേരളത്തിലെ പ്രവർത്തകർക്കും കേരളത്തിൽ വോട്ട് തേടിയ സമയത്തും നൽകിയ ഒരു ഉറപ്പാണ്. അത് പാലിക്കപ്പെടുന്നു. അപ്പോൾ തൃശ്ശൂരിൽ നിന്ന് വിജയിച്ച സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാകുമെന്ന് ഉറപ്പായിട്ടുണ്ട്. അദ്ദേഹത്തോട് മന്ത്രി പദവി ഏറ്റെടുക്കണമെന്ന് BJP കേന്ദ്ര നേതൃത്വം നിർദ്ദേശിച്ചിട്ടുണ്ട്. ചില അസൗകര്യങ്ങളൊക്കെ സുരേഷ് ഗോപി അറിയിച്ചെങ്കിലും അതല്ല, മന്ത്രി ആയി ക്യാബിനറ്റിൽ ഉണ്ടാകണം, അദ്ദേഹത്തിന് ക്യാബിനറ്റ് പദവി തന്നെ ലഭിക്കും എന്ന് കേൾക്കുന്നു. അല്ലെങ്കിൽ സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രിയായി അദ്ദേഹം ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. തിരുവനന്തപുരത്ത് കടുത്ത പോരാട്ടം നടത്തി പരാജയപ്പെട്ട രാജീവ് ചന്ദ്രശേഖർ മന്ത്രിസഭയിലേക്ക് എത്തിയേക്കുമെന്ന സൂചനയുണ്ട്. അതിൽ ഉറപ്പില്ല, പക്ഷേ എന്തായാലും അദ്ദേഹത്തിൻ്റെ പേരും പരിഗണിക്കുന്നുണ്ട്. അങ്ങനെ ഒന്നോ രണ്ടോ ഒന്നുറപ്പാണ്. അതിൽ കൂടുതൽ എത്ര കിട്ടും കേരളത്തിന് എന്നതാണ് അറിയേണ്ടത്. എന്തായാലും ചർച്ചകൾ ഡൽഹിയിൽ ഇപ്പോഴും തുടരുകയാണ്. ചെറു പാർട്ടികളെയും ചേർത്ത് പിടിക്കുന്നുണ്ട്. അത്തരം പേരുകളും ഉയർന്നു വരുന്നുണ്ട്. LJP നേതാവ് ചിരാഗ് പാസ്വാൻ ഘടകകക്ഷിയിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിയാകാനുള്ള സാധ്യതയായിരുന്നു. അത്തരം ചർച്ചകൾ സജീവമാണ് ഡൽഹിയിൽ. അപ്നാദൾ നേതാവ് അനുപ്രിയ പട്ടേൽ, HAM നേതാവ് ജിതിൻ റാം മാഞ്ചി എന്നിവരുടെ പേരുകളും മന്ത്രിസഭയിലേക്ക് പരിഗണിക്കുന്നുണ്ട് എന്ന വാർത്തകൾ വരുന്നു. TDP നേതാവ് റാം മോഹൻ നായിഡുവും മൂന്നാം മോദി സർക്കാരിന്റെ മന്ത്രിസഭയിൽ ഉണ്ടായേക്കുമെന്ന സൂചനകളും ബലപ്പെടുന്നുണ്ട്. അപ്പോൾ നമുക്ക് സസ്പെൻസ് പൊളിക്കാൻ സമയമായിട്ടില്ല. കാരണം 57 മന്ത്രിമാർ അല്ലെ, പ്രധാനമന്ത്രിയും 57 പേരുമാണ് ഞായറാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യുക. അതിന് പിന്നാലെ എത്ര പേർ ബാക്കി ഉണ്ടാകും, ആർക്കൊക്കെയാണ് ഈ സ്റ്റേറ്റ് പദവികൾ കൊടുക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ടല്ലേ. വളരെ പ്രധാനപ്പെട്ട പദവികൾ BJP അത് കൈവശം വയ്ക്കും, അത് വിട്ടുകൊടുക്കില്ല. എന്നാൽ മറ്റു ചില ഓരോ സംസ്ഥാനത്തിനും അവരുടെ താല്പര്യങ്ങൾ, ഇപ്പോൾ ശിവസേന ആവശ്യപ്പെടുന്നത് വ്യവസായ വകുപ്പാണ്, അവർക്കത് നൽകിയേക്കും. റെയിൽവേ ആവശ്യപ്പെടുന്നുണ്ട്. ചിരാഗ് പാസ്വാനും JDUവും ഒക്കെ അവർക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് റെയിൽവേ നൽകുമോ എന്ന് നമുക്കറിയില്ല. മോദി സർക്കാരിനെ സംബന്ധിച്ച് റെയിൽവേ ഒരു പ്രധാന വകുപ്പായി BJP തന്നെ കൈകാര്യം ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ചർച്ചകളുടെ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ അതിൻ്റെ
പല തലങ്ങളിൽ ഇപ്പോൾ JP നദ്ദയുടെ വസതിയിൽ ഇപ്പോഴും ചർച്ച നടക്കുന്നുണ്ട്. അതുപോലെ BJP നേതാക്കളൊക്കെ പ്രധാനമന്ത്രിയെ കാണുന്നുണ്ട്. അപ്പോൾ ഈ ചർച്ചകളിലൊക്കെ ക്യാബിനറ്റ് രൂപീകരണം തന്നെയാണ് വിഷയം. എന്താണ് പുതിയ നീക്കങ്ങൾ നോക്കാം. ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. ബൽറാം, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ TDPയെയും അതുപോലെ JDUവിനെയും അനുനയിപ്പിച്ചു. ചിരാഗ് പാസ്വാനെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തും. ഇവിടെ ജനതാദൾ എസിന് ഒരു മന്ത്രിസ്ഥാനം ഉറപ്പായിട്ടുണ്ട്. അങ്ങനെ ഏറെക്കുറെ തീരുമാനമായി എന്ന് ഘടകകക്ഷികളുടെ കാര്യത്തിലെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. എന്താണ് പുതിയ സൂചനകളും വിവരങ്ങളും ബൽറാം? വിജയകുമാർ പ്രജിൻ, രാഷ്ട്രപതിയെ കാണുന്ന ഘട്ടത്തിൽ ആദ്യഘട്ട മന്ത്രിമാരുടെ പട്ടിക നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ പട്ടികയിൽ നിലവിലെ രണ്ടാം മോദി മന്ത്രിസഭയിൽ ഉള്ള പ്രമുഖർ എല്ലാം തന്നെ ഉൾപ്പെടും എന്നാണ് പുറത്തുവരുന്ന വിവരം. BJPക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം ഇല്ലാത്ത ഒരു പശ്ചാത്തലത്തിൽ മന്ത്രിസഭയിൽ സാങ്കേതികമായി രണ്ടാമനായി രാജ്നാഥ് സിംഗ് ആയിരുന്നെങ്കിലും പ്രായോഗിക തലത്തിൽ പലപ്പോഴും ആഭ്യന്തരമന്ത്രിയായ അമിത്ഷാ ആയിരുന്നു ഉണ്ടായിരുന്നത്. അദ്ദേഹം മന്ത്രിസഭയിൽ തുടർന്നേക്കുമോ അല്ലെങ്കിൽ നേരത്തെ ലഭിച്ച വകുപ്പ് കൈകാര്യം ചെയ്യുമോ എന്ന സംശയങ്ങൾ ഉയർന്നിരുന്നെങ്കിലും അമിത്ഷാ തന്നെ ആഭ്യന്തരമന്ത്രിയായി തുടർന്നേക്കും എന്ന സൂചനകളാണ് ലഭിക്കുന്നത്. രാജ്നാഥ് സിംഗും മന്ത്രിസഭയിൽ ഉണ്ടായിരിക്കുമെന്ന് ഉറപ്പായ ഒരു വ്യക്തിയാണ്. അദ്ദേഹം പ്രതിരോധ മന്ത്രി തന്നെയായിരിക്കും കൈകാര്യം ചെയ്യാൻ സാധ്യത എന്ന വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഇതോടൊപ്പം തന്നെ പീയൂഷ് ഗോയൽ മന്ത്രിസഭയിൽ ഉൾപ്പെടും എന്ന് ഉറപ്പായിട്ടുണ്ട്. അദ്ദേഹം ധനം വകുപ്പ് അദ്ദേഹത്തിന് ലഭിച്ചേക്കുമെന്ന സൂചനകളാണ്. സുപ്രധാനമായ വകുപ്പുകൾ എല്ലാം തന്നെ കൈവശം വെക്കാനുള്ള ഒരു തീരുമാനം BJP എടുത്തിരിക്കുന്നു. അതിലേക്ക് ഘടകകക്ഷികളെ അന്വയിപ്പിക്കാനുള്ള നീക്കങ്ങൾ ഏതാണ്ട് ഫലം കണ്ടു എന്ന് തന്നെയാണ് ലഭിക്കുന്ന സൂചനകൾ. ഇതോടൊപ്പം തന്നെ നിതിൻ ഗഡ്കരി കൂടാതെ മധ്യപ്രദേശിൽ നിന്നും 8,21,000 വോട്ടുകൾക്ക് ജയിച്ചു വന്ന മുൻ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ എന്നിവർക്ക് ഏത് വകുപ്പുകൾ, അവർക്ക് എന്ത് പദവി എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ വ്യക്തത ഇല്ല. BJP വൃത്തങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു വിവരം ലഭിക്കുന്നില്ല. ഇരുവരും ഈ JP നദ്ദ ഇത്തവണ മന്ത്രിസഭയിൽ ഉൾപ്പെട്ടേക്കുമെന്ന സൂചനയുണ്ട്. അദ്ദേഹം അങ്ങനെയെങ്കിൽ മൻസുഖ് മാണ്ഡവിക്ക് ഇപ്പോൾ രണ്ടാം മോദി മന്ത്രിസഭയിൽ കൈകാര്യം ചെയ്തിരുന്ന ആരോഗ്യവകുപ്പ് ലഭിച്ചേക്കില്ല എന്ന സൂചനയുണ്ട്. നദ്ദ ചിലപ്പോൾ മുൻപ് അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്ന ആരോഗ്യമന്ത്രിയായി തന്നെ മടങ്ങിയെത്തിയേക്കുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. നിതിൻ ഗഡ്കരിയോ ശിവരാജ് സിംഗ് ചൗഹാനോ ഇതിൽ ഒരാൾ ചിലപ്പോൾ BJP ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. അതുകൂടി കണക്കിലെടുത്തായിരിക്കും മന്ത്രിസഭയുടെ ഈ BJPയുടെ മുതിർന്ന നേതാക്കളിൽ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുന്ന കാര്യത്തിൽ ഒരു അന്തിമ രൂപത്തിലേക്ക് എത്തുക. കൂടാതെ നിർമ്മല സീതാരാമന് ഏത് ചുമതല എന്ന കാര്യത്തിലും വ്യക്തത വരേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് കേരളത്തിൽ നിന്നുള്ള മന്ത്രിമാരെ സംബന്ധിച്ചിടത്തോളം സുരേഷ് ഗോപിയുടെ ക്യാബിനറ്റ് പദവി ഉറപ്പായിട്ടുണ്ട്. അത് BJP ദേശീയ നേതൃത്വവും പ്രധാനമന്ത്രിയും കേരളത്തിലെ ജനങ്ങൾക്ക് നൽകിയ ഒരു ഉറപ്പാണ്. ഇതോടൊപ്പം തന്നെ രാജീവ് ചന്ദ്രശേഖറിന്റെ പേരും സജീവമായി തന്നെ പരിഗണിക്കുന്നുണ്ട് എന്നാണ് സൂചന. കൂടാതെ തമിഴ്നാട്ടിൽ നിന്ന് അണ്ണാമലയെ കൂടി മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയേക്കും. അതിനായുള്ള ചർച്ചകൾ നടന്നു വരുന്നുണ്ട്, കൂടിയാലോചനകൾ നടക്കുന്നു. കൂടാതെ കർണാടകയിൽ നിന്നും JDSൽ നിന്നും HD കുമാരസ്വാമി മന്ത്രിയാകുമെന്ന് ഉറപ്പായിരിക്കുന്നു. മറ്റ് 2 പേർ കൂടി കർണാടകയിൽ നിന്നും ഉണ്ടാകും. ഇതുകൂടാതെ ആന്ധ്ര, തെലങ്കാന സംസ്ഥാനങ്ങളിൽ നിന്നും മന്ത്രിമാർ ഉണ്ടാകുമെന്ന് വ്യക്തമായിട്ടുണ്ട്. JDU അവർ റെയിൽവേ വേണം എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. കാരണം ബീഹാർ പരമ്പരാഗതമായി റെയിൽവേ മന്ത്രിമാർ ഉണ്ടാകുന്ന സംസ്ഥാനമാണ് എന്നതിനോടൊപ്പം തന്നെ നിതീഷ് കുമാർ മുൻപ് റെയിൽവേ മന്ത്രിയായിരുന്നു. സംസ്ഥാനത്തിന്റെ വിവിധ ആവശ്യങ്ങൾക്ക്, അത് പ്രധാനമായും ഗതാഗത ആവശ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനായി റെയിൽവേ മന്ത്രിസ്ഥാനം വേണമെന്ന് ഉറപ്പിച്ചു നിൽക്കുകയാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം രണ്ടാം മോദി മന്ത്രിസഭയിൽ ഏറ്റവും തലവേദനയായ ഒരു വകുപ്പ് കൂടിയാണ് റെയിൽവേ, നിർണായക വകുപ്പാണെങ്കിൽ കൂടി. അതുകൊണ്ട് തന്നെ ഈ വകുപ്പ് കൈമാറിയേക്കുമെന്ന സൂചന തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഇതുകൂടാതെ നഗര ഗ്രാമ വികസന വകുപ്പുകൾ വേണമെന്ന ആവശ്യമാണ് TDP മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതിൽ എത്രത്തോളം BJP വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകും എന്ന കാര്യം ഇനിയും വ്യക്തമാകേണ്ടതുണ്ട്. വിജയകുമാർ പ്രജി. ബൽറാം നെടുങ്ങാടിയാണ് വിശദാംശങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്നും. വിജയകുമാർ, ഈ ഏതാണ്ട് ഒരു 6 മാസം മുൻപ് വരെ ഈ ഇന്ത്യ അലയൻസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായിരുന്നു നിതീഷ് കുമാർ. അപ്പം ആ അലയൻസ് ഒഴിവാക്കി മറുഭാഗത്തേക്ക് വരുന്നു. അവിടെ ഇപ്പോൾ ഒരു കീ റോളിൽ നിതീഷ് കുമാർ ഉണ്ട്. അപ്പോൾ സമവായത്തോടെ മുന്നോട്ട് പോകുമെന്ന് നരേന്ദ്രമോദി NDA പാർലമെന്ററി പാർട്ടി യോഗത്തിന് ശേഷം പറഞ്ഞെങ്കിലും അത് എത്രമാത്രം ചലഞ്ചിങ് ആയിരിക്കും എന്നതൊരു ചോദ്യമുണ്ട്. തുടക്കത്തിൽ ഇല്ലെങ്കിൽ കൂടി പിന്നീട് ഈ വകുപ്പുകൾ സംബന്ധിച്ചൊക്കെ തർക്കങ്ങൾ കൂടി വരുമോ എന്നൊരു കാര്യം മറുഭാഗത്തുണ്ടല്ലോ. ഇക്കാര്യത്തിൽ ഒരു പ്രധാന BJPയുടെ സംഘടനാ തലത്തിൽ ചില അഴിച്ചുപണികൾ കൂടി വരുന്നുണ്ട്.
പുതിയ അധ്യക്ഷൻ പാർട്ടിക്ക് വരുന്നു. അപ്പോൾ അതൊക്കെ മന്ത്രിസഭയിലും പ്രതിഫലിക്കും. ഇപ്പോൾ നിർമ്മലാ സീതാരാമന് പകരം ധനവകുപ്പിലേക്ക് ആരെന്നത് വളരെ ക്രൂഷ്യലായ ചോദ്യമാണ്. നിതിൻ ഗഡ്കരി അടക്കം പേരുകൾ കേൾക്കുന്നുണ്ട്. അതൊരു പക്ഷേ പ്രധാനപ്പെട്ട ഒരു തീരുമാനമായിരിക്കും ആ വകുപ്പ് ആരെ ഏൽപ്പിക്കുമെന്നത്.